ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു മീൻകറി വെക്കുന്നത് കണ്ടാലോ? മീൻകറി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട് വെക്കുന്ന മുളക് കറിയാണ് വെക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇവ ഇത്രയാണ്. പിന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനും കൂടി വേണം. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടിവകകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി പൊടികൾ നന്നായി മൂത്ത് വഴണ്ട് വരുന്ന പാകം വരെയൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് വേണം, ഗ്യാസിലാണെങ്കിൽ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഞാനിതിപ്പോൾ അടുപ്പിലാണ് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. നന്നായി വഴണ്ട് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വെള്ളത്തിലിട്ട് പുളി അരപ്പിൻ്റെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കറിക്ക് നല്ലൊരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഇളക്കി വഴണ്ട് വന്നു കഴിയുമ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. മീനിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അരപ്പുമായിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായി തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് തിളയ്ക്കുന്നതിന് വേണ്ടി വെക്കാം. കറി നന്നായി തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല രുചിയും പിന്നെ എരിവും ഒക്കെയാണ്. നല്ല പാകത്തിനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ്.